വയനാട് മുള്ളൻകൊല്ലിയിൽ നിന്ന് പിടികൂടിയ ആൺകടുവയെ തൃശൂർ പുത്തൂരിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. 2 ദിവസം മുൻപ് പിടികൂടിയ കടുവ സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു. പരിശോധനയിൽ കാര്യമായ പരുക്കുകൾ ഇല്ല എന്നാണ് വിലയിരുത്തൽ. കടുവയുടെ പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ടെന്ന് സൗത്ത് DFO ഒ ഷജ്ന കരീം വ്യക്തമാക്കി. 2 ദിവസമായി സുൽത്താൻ ബത്തേരി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിലായിരുന്നു WWL 127 എന്ന ആൺകടുവ. വിശദമായ പരിശോധനയും ഒപ്പം ചികിത്സയും. വെറ്റിനറി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മുള്ളൻകൊല്ലിയെ വിറപ്പിച്ച നാഗർഹോളക്കാരന് വലിയ പരിക്കുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവയുടെ ചില പല്ലുകൾ കൊഴിഞ്ഞിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത് തൃശ്ശൂർ സൂവിലേക്ക് കൊണ്ടുപോകുന്നു. മേജർ ഇഞ്ചുറീസ് എന്ന് പറയാൻ പുറത്തേക്ക് ആ രീതിയിലുള്ളത് ഡോക്ടർ തന്ന ഹെൽത്ത് സർട്ടിഫിക്കറ്റിലില്ല. പക്ഷേ പല്ലുകൾ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റേണലി ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പ് ഒന്നുകൂടെ പരിശോധിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. എന്തായാലും പല്ലുകൾ പോയിട്ടുള്ളതാണ് ഒരു മേജറായിട്ടുള്ള പ്രശ്നമുള്ളത്. 2020-2021 ഇതേ കടുവയെ നാഗർഹോള നാഷണൽ പാർക്കിൽ നിന്ന് ക്യാമറ ട്രാപ്പിൽ ലഭിച്ചിരുന്നതായും ഇതിനെ ID ചെയ്തിട്ടുള്ളതായും വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുള്ളൻകൊല്ലിയിൽ നിലവിൽ മറ്റ് കടുവകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും വനം വകുപ്പ് അറിയിച്ചു. 24 വയനാട്.